ഹലോ. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് നേരെ പോയത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. നേരെ ബീച്ചിലോട്ടാണ് പോയത്. പക്ഷേ ബീച്ചിൽ മപ്പം വെയിൽ കാരണം ഞങ്ങൾക്ക് അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബീച്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു നല്ലൊരു സ്ഥലം കണ്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് റീൽസും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അത്യാവശ്യം നല്ല സീനറീസൊക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല തണലുമായിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് കുക്കുവിന് ചെരുപ്പ് വാങ്ങണമായിരുന്നു. കുക്കുവിന് ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ വിഞ്ചേട്ടൻ പറഞ്ഞു എനിക്കും ഒരു ചെരുപ്പ് ആവശ്യമാണ്. പിന്നെ മിറർ ഉണ്ടെന്ന് നമ്മൾ വിടില്ലല്ലോ. കുറച്ച് വീഡിയോസ് ഞാൻ അവിടെ നിന്നും എടുത്തു. ഇതിനിടയ്ക്ക് വിഞ്ചേട്ടന് ചെരുപ്പ് എടുത്തു. കുക്കുവിന് ചെരുപ്പ് എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം കുക്കുവിന് ഇന്ന് തന്നെ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകണമായിരുന്നു. അങ്ങനെ അവളെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. വെയിറ്റിംഗ് ആണ് മക്കളെ റെയിൽവേ സ്റ്റേഷനിൽ. ഇതാ ട്രെയിൻ പാഞ്ഞെത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ കുക്കു നമ്മൾ പാസഞ്ചറിലാണ് എടുത്തത്. കുക്കു ഇതാ ഓടി കയറിയാണ് സീറ്റിന് വേണ്ടിയിട്ട്. ഞങ്ങളും കൂടെ ഓടി. അങ്ങനെ ഇതാ കുക്കു ട്രെയിനിലോട്ടൊക്കെ കയറി അവൾ തിരിച്ച് ബാക്ക് ടു ട്രിവാൻഡ്രം പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാനുള്ള ഇതൊക്കെ കിട്ടി. ഇതിനിടയ്ക്ക് വാമിക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അവൾ പോണതിൽ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം റിജുവിൻ്റെ കല്യാണ പാർട്ടിക്ക് പോയി. ഡി ജെക്ക് ഞങ്ങൾ ഇച്ചിരി ലേറ്റായി. നല്ല ഡി ജെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സെലിബ്രിറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. വീഡിയോസൊക്കെ ചെയ്യുന്ന ഇൻഫ്ലുവൻസറാണ് ഗായത്രി. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്. അങ്ങനെ ഞങ്ങൾ നേരെ പാർട്ടിക്കൊക്കെ പോയി. അടിപൊളി പാർട്ടിയായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല ഡി ജെ ആയിരുന്നു. ഞാനും വാമിയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. ബിബിൻചേട്ടനും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളിതാ വീഡിയോസ് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഒരുപാട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എല്ലാവരും നല്ല ജോളിയായിട്ട് ഡാൻസ് കളിക്കുന്നത് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ഇതാണ് ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നത് കണ്ടോ, അതാണ് നമ്മുടെ കല്യാണപ്പയ്യൻ. ഒരുപാട് പേര് അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. വയസ്സായവർക്കൊന്നും എണീറ്റൊന്നും ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേര് ഡി ജെ ഇരുന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.